ഇപ്പോഴത്തെ BRS ചന്ദ്രശേഖര റാവുവിന്റെ പാർട്ടി നാമാവിശേഷമായി മാറുകയും അവിടെ BJP ക്രിയാത്മക പ്രതിപക്ഷമായി മാറി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിലും BJP കോൺഗ്രസ് നേർക്കുനേർ ഏറ്റുമുട്ടിയാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ ഏറ്റുമുട്ടൽ ഉണ്ടായാൽ കോൺഗ്രസിന് 119-ൽ 3-2 ഭൂരിപക്ഷമെങ്കിലും കിട്ടുമെന്നുള്ളത് സുനിശ്ചിതമാണ്. എന്നാൽ അതേ പാറ്റേൺ DKയും രേവന്തും മികച്ച രീതിയിൽ എന്തുകൊണ്ട് ആന്ധ്രയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ചോദ്യം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ജഗനെ അവരുടെ കസ്റ്റഡിയിലേക്ക് കിട്ടുന്നത്. ജഗൻമോഹനും ശർമ്മിളയും തമ്മിലുള്ള പിണക്കം ഏറെക്കുറെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് നേതൃത്വം. ജഗനെ തിരിച്ച് പാർട്ടിയിലേക്ക് വിശ്വസ്തയോടെ കൂടെ കൊണ്ടുവന്നാൽ താൽക്കാലികമായി ജഗൻമോഹന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിലാണ് YSR കോൺഗ്രസിലേക്ക് ലയിക്കാത്തത്. അതായത് YSR കോൺഗ്രസിനെ തകർക്കാൻ ചന്ദ്രബാബു നായിഡു നിരവധിയായ കളികൾ കളിക്കുന്നുണ്ട്. ജഗന് എതിരെ നിരവധിയായ കേസുകളുണ്ട്. വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഡിസാസ്റ്ററസ് ആയിട്ടുള്ള വിഷയങ്ങൾ ജഗന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ TDP നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിക്കും. ജഗന്റെ രാഷ്ട്രീയ ഗ്രാഫ് ഇല്ലാതാക്കാനും ജഗന്റെ രാഷ്ട്രീയത്തെ പരിപൂർണമായി ഇല്ലാതാക്കാനും വേണ്ടിയുള്ള നാറിയ കളികളും കളിക്കുമെന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആണ് ഇനിഷ്യേറ്റീവ് എടുത്ത് താൽക്കാലികമായി ഒരു നീക്കം നടത്തേണ്ട. ആന്ധ്രയിലെ ഇപ്പോഴത്തെ ഗ്രാഫ് നോക്കിയാൽ അറിയാം, അവിടെ കോൺഗ്രസ് നേതൃത്വത്തിന് കൂടുതൽ വേരുറപ്പുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ജഗൻ ഔദ്യോഗികമായി YSRനെ കോൺഗ്രസിലേക്ക് ലയിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും നിരവധിയായ പ്രാദേശിക YSR കോൺഗ്രസ് നേതാക്കൾ ജഗന്റെ അറിവോടുകൂടി, ജഗന്റെ ആശീർവാദത്തോടു കൂടി, പൂർണ്ണമായ സമ്മതത്തോടു കൂടി കോൺഗ്രസിലേക്ക് ചേരുന്നു. ആന്ധ്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം ഒരു പരസ്പര ധാരണയോടെ മത്സരിക്കാൻ YSR കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഉദാഹരണമാണ്. വിശാഖ നഗരത്തിലും വിശാഖപട്ടണത്തിലും അതുപോലെ തന്നെ കാക്കിനാട് മേഖലയിലും ഒക്കെ, ആന്ധ്രയിലെ സമസ്ത മേഖലയിലും YSR കോൺഗ്രസിനുള്ള ആധിപത്യത്തെ കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പല കളികളും നടക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ദക്ഷിണേന്ത്യ മുഴുവനായിട്ടുള്ള ഒരു കോൺഗ്രസ് ആധിപത്യത്തിലേക്ക് വേണ്ടിയുള്ള നീക്കമാണ്. നമുക്കറിയാം, ദക്ഷിണേന്ത്യയിൽ BJPക്ക് ആകെ സ്വാധീനം, അതായത് BJP സഖ്യത്തിന്റെ പേരിലെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിന്റെ പേരിലെങ്കിലും ഭരിക്കുന്ന ആകെ ആന്ധ്രയിൽ മാത്രമാണ്. അവിടെ പരമ്പരാഗതമായിട്ടുള്ള കാവിക്കോട്ടകളൊന്നും ഇല്ലെങ്കിലും പയ്യ തിരുപ്പതിയിലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലും നെല്ലൂരിലും ഓങ്കോളിലും ഒക്കെ പതിയെ BJP അവരുടേതായിട്ടുള്ള ശക്തി കേന്ദ്രമാക്കി വളർത്തിയെടുക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ചന്ദ്രബാബു നായിഡു പിൻകാലത്ത് അത് ഭീഷണിയാകുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമെങ്കിലും തൽക്കാലം ജഗനോടുള്ള ശത്രുത കാരണം അതിന് ഒരു തടയും ഇടാനും ശ്രമിക്കുന്നില്ല.